ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, വളരെ പോസിറ്റീവായ എക്സ്പോയുടെ ഒരു വാർത്ത നമ്മൾ കണ്ടു. പക്ഷേ വലിയ വിവാദങ്ങൾ ഇതിന് പിന്നാലെയുണ്ട്. ഇന്ത്യയെ ചൈനയുടെ ചന്തയാക്കി മാറ്റി എന്നടക്കമുള്ള കോൺഗ്രസ് ആരോപണങ്ങൾ ഉയരുമ്പോൾ എങ്ങനെയാണ് സർക്കാർ അതിനെ പ്രതിരോധിക്കുന്നതൊപ്പം സബ്മിറ്റിൽ ഇന്ന് ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്നു. ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ഹർജി അടക്കം വരുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ദേശീയ തലത്തിൽ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കണം? വെരി ഗുഡ് മോർണിംഗ് ദില്ല. ഈ ഡൽഹിയിൽ നടക്കുന്ന എക്സ്പോ വലിയ തോതിൽ തന്നെ ആഗോള ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ജനപങ്കാളിത്തം അത് വ്യക്തമാക്കുന്നതായിരുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അടക്കമുള്ള യുവാക്കൾ ഈ ഒരു എക്സ്പോ കാണുന്നതിനായി എത്തിച്ചേരുന്നുണ്ട്. ഒപ്പം തന്നെ പങ്കാളിത്ത രാജ്യങ്ങളുടെ സാന്നിധ്യവും ഏറെ ശ്രദ്ധേയമാണ് എക്സ്പോയിൽ. അതേസമയം കഴിഞ്ഞ ദിവസവും ചില വിവാദങ്ങൾക്ക് അത് ഇടയാക്കിയിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇക്കാര്യങ്ങളെല്ലാം പരിഹരിച്ച് തന്നെ എക്സ്പോയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് അതേസമയം ഈ എക്സ്പോയുടെ അല്ലെങ്കിൽ ഉച്ചകോടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. രാവിലെ 9:40 ദിവസം തന്നെ വിവിധ രാഷ്ട്ര തലവന്മാർ ഈ ഉച്ചകോടിയുടെ ഭാഗമാകുന്നതിനായി ഇന്ത്യയിൽ എത്തുകയും വിവിധ ഇടങ്ങൾ ഡൽഹിക്ക് അപ്പുറത്തേക്കുള്ള മറ്റ് നഗരങ്ങൾ ഉൾപ്പെടെ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് ഔപചാരികമായ ഉദ്ഘാടനം നടക്കുന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയും മറ്റ് ലോക നേതാക്കളും ഇന്ന് എക്സ്പോ സന്ദർശിക്കും. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ഇന്ന് എക്സ്പോയിലേക്ക് പ്രവേശനമില്ല. 21-ന് അതേസമയം നീട്ടിയിട്ടുണ്ട് എക്സ്പോയുടെ തീയതി. ഇതോടൊപ്പം നിർണായകമായ മറ്റൊരു കേസ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത് പൗരത്വ നിയമ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടാണ്. ഈ പൗരത്വ നിയമ ഭേദഗതി നിയമത്തിനെതിരായ സമർപ്പിക്കപ്പെട്ട ഹർജികളാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. ഇതിൽ മുസ്ലിം ലീഗിന്റെയും CPIഎമ്മിന്റെയും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെയും ഹർജികൾക്കൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹർജികൾ പ്രധാനമായും മതം അടിസ്ഥാനമാക്കിക്കൊണ്ട് പൗരത്വം നിശ്ചയിക്കരുത് എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. അത് ഭരണഘടനാ അനുച്ഛേദം 14 ലംഘനമാകും എന്ന് ഹർജികളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ തവണ ഈ ഹർജികൾ പരിഗണിച്ച ഘട്ടത്തിൽ ബന്ധപ്പെട്ട അധികൃതർ തീരുമാനമെടുക്കുന്നതുവരെ എങ്ങനെയാണ് വോട്ടവകാശം നൽകാനാകുക എന്നുള്ളതായിരുന്നു സുപ്രീം കോടതി ഉന്നയിച്ച ചോദ്യം. ഇന്ന് ഈ ഹർജികൾ പരിഗണിക്കുന്ന ഘട്ടത്തിൽ എന്ത് ആയിരിക്കും സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരു സമീപനം എന്നുള്ളത് ഏറെ നിർണായകമാകുന്നില്ല. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ദേശീയ വാർത്തകളുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.